ഇറാനിൽ സമ്പൂർണ്ണ യുദ്ധത്തിന് അമേരിക്ക ഒരുങ്ങുന്നതായ സൂചനകൾ. പശ്ചിമേഷ്യയിലുള്ള അമേരിക്കക്കാർ ഉടൻ യുഎസിലേക്ക് മടങ്ങണമെന്ന് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശം നൽകി. അമേരിക്ക പരസ്യമായി യുദ്ധപ്രഖ്യാപനം നടത്തുകയും രഹസ്യമായി ചർച്ചയ്ക്ക് അപേക്ഷിക്കുകയുമാണെന്ന ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ പരിഹാസത്തിന് പിന്നാലെയാണ് ട്രംപിന്റെ നീക്കം. ഇതിനകം തന്നെ കടുത്ത സാമ്പത്തിക ഉപരോധത്തിലൂടെ ഇറാനെ തകർത്തുവെന്ന് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു. വിനോദ് വിവരങ്ങൾ നൽകും. വിനോദ്, പേടിക്കേണ്ട സാഹചര്യമാണോ? എന്താണ് അമേരിക്കയുടെ നീക്കം? ഇൽദോ, ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് അമേരിക്ക പോകുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇറാന് മേലുള്ള ആക്രമണം അത് കടുപ്പിക്കുമെന്ന സൂചനകൾ ട്രംപിൻ്റെ വാക്കുകളിൽ നിന്ന് വരുന്നു. ഏറ്റവും ഒടുവിൽ F-22 റാപ്റ്റർ വിമാനവുമായുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ട്രംപിൻ്റെ ഒടുവിലത്തെ ഭീഷണി. മാത്രമല്ല, പശ്ചിമേഷ്യയിൽ തുടരുന്ന അമേരിക്കക്കാർ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് മടങ്ങണം എന്ന ഒരു നിർദ്ദേശം കൂടി ഇപ്പോൾ ട്രംപ് നൽകിയിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സൈനികർ ഒഴികെ ഈ സിവിലിയൻസിനെ സുരക്ഷിതരാക്കുക, അമേരിക്കൻ പൗരന്മാരെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കുക, തുടർന്ന് യുദ്ധത്തിൻ്റെ നടപടികളിലേക്ക്, അതായത് കരയുദ്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുക എന്നൊരു സൂചന. മറ്റൊന്ന്, ഇസ്രായേൽ തീരത്ത് നേരത്തെ അമേരിക്കൻ ബന്ധമുള്ള 2 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടിരുന്നു. ഇതിൻ്റെ ഉത്തരവാദിത്തം ഇറാൻ ഏറ്റെടുത്തിട്ടില്ല. അത് ഇസ്രായേൽ നടത്തിയ ആക്രമണമാണ്. ഈജിപ്തിൻ്റെ തീരത്ത് ഇസ്രായേൽ നടത്തിയ ആക്രമണമാണ്. ഈ യുദ്ധം രൂക്ഷമാക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ അങ്ങനെ ഒരു കള്ളക്കളി നടത്തുന്നു എന്ന ആരോപണമാണ് ഇറാൻ ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഈ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഹോർമൂസ് ഉൾപ്പെടെയുള്ള പ്രദേശത്ത് അമേരിക്കൻ കപ്പലുകളും നാവികരുമൊക്കെ ഉണ്ട്. അവിടെ ഒരു സംഘർഷമുണ്ടായാൽ അവിടെ അമേരിക്കൻ പൗരന്മാരെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെയൊക്കെ തന്നെ ബന്ദികളാക്കാനുള്ള നീക്കം യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളും പശ്ചിമേഷ്യ വിടണമെന്ന നിർദ്ദേശം നേരത്തെ തന്നെ പല രാജ്യങ്ങളും നിർദ്ദേശിച്ചിരുന്നു. ഈ ബന്ദികളാക്കിക്കൊണ്ടുള്ള വിലപേശൽ, അതിനുവേണ്ടിയുള്ള നീക്കം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുവെന്ന ചില സൂചനകൾ കൂടി ഒരു വശത്ത് നിന്ന് ഉണ്ട്. അതേസമയം ട്രംപ് പറയുന്ന മറ്റൊരു കാര്യം, ഉപരോധത്തിലൂടെ ഇറാനെ പൂർണ്ണമായി തകർക്കാൻ കഴിഞ്ഞു എന്നതാണ്. വലിയ പണപ്പെരുപ്പം ഇപ്പോൾ ഇറാനിൽ അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യുദ്ധമില്ലാതെ തന്നെ ഇറാനെ തകർക്കാൻ കഴിഞ്ഞു എന്ന അവകാശവാദം ട്രംപ് ഉന്നയിക്കുകയും ചെയ്യുന്നു. ഓക്കെ, വിനോദ്, ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്.